ഒരു ചെറിയ യാത്രയിലാണ് കേട്ടാ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. തിരുവനന്തപുരത്ത് വന്നാൽ ഭയങ്കര രസമാണ് കേട്ടാ. ഇവിടുന്ന് ഓട്ടോയിൽ ഇങ്ങനെ കറങ്ങാനുള്ള രസം വേറെ തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് രാവിലെ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ കയറി 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയട്ടാ. സംഭവം ഭയങ്കര എളുപ്പം. വീട്ടിൽ നിന്ന് കുളിച്ചിറങ്ങിയാൽ പിന്നെ നേരെ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങാം. ചില യാത്രകൾ ഭയങ്കര രസമാണ് കേട്ടാ. നമസ്കാരം ചങ്ങായിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഈ ഒരു പത്മനാഭൻ്റെ മണ്ണിൽ വരുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തൊട്ട് സൈഡിലായിട്ട് വലിയൊരു ചിറ, അതായത് ഒരു കുളമൊക്കെ ഉണ്ട്. ഏകദേശം 10:10 കൂടിയാണ് എയർപോർട്ടിലെത്തി അവിടുന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദർശനമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാട്ടാ. അത് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണേ. നല്ല വിശപ്പുണ്ട്. നല്ലൊരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാരോട് ചോദിച്ചു എവിടെയാണ് നല്ല റെസ്റ്റോറൻ്റൊക്കെ ഉള്ളതെന്ന്. അമ്പലത്തിലൊക്കെ പോയതല്ലേ, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് നല്ലതെന്ന് തോന്നി. ഏത് സ്ഥലത്ത് പോയാലും വെജിറ്റേറിയൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു ആര്യഭവൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു ആര്യഭവൻ കണ്ടു. നേരെ അങ്ങോട്ട് കയറി ഒരു പ്ലേറ്റിൽ ഇലയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കറികളൊക്കെ ആയിട്ട് ഒരു സദ്യമാതിരി ഭക്ഷണം. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഒരു ആവറേജ് ഫുഡ്. നല്ലൊരു ആംബിയൻസിൽ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അവിടുന്ന് നേരെ ഒരു ലോഡ്ജൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഒരു ഓട്ടോ പിടിച്ച്. ഈ ഒരു ഓട്ടോ യാത്ര ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു കേട്ടോ. രാഹുൽ എന്ന് പറഞ്ഞൊരു ചങ്ങായിനെ പരിചയപ്പെട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ കമ്പനിയായി. പുള്ളി ചോദിച്ച് നല്ലൊരു പാട്ട് വെക്കാം അല്ലേ എന്ന്. അങ്ങനെ ആ ഒരു ഓട്ടോയിലുള്ള വൂഫറിൽ ഒരു ഒന്നൊന്നര പാട്ട് കേട്ടോ. ഏതൊരു ജോലി ആയിക്കോട്ടെ, ഒരു ആസ്വദിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണല്ലേ. രാഹുലിൻ്റെ കൂടെയുള്ള കുറേ സമയത്ത് യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു തിരുവനന്തപുരം യാത്ര എന്തായാലും നല്ല രസകരമായ ഒരു ഓർമ്മയായിട്ട് മാറി.